ഇവിടെ നീന്തൽ പഠിച്ചിട്ട് ഒരു സാഹസിക കൃത്യം ചെയ്യാൻ പോകുന്ന അനന്യ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. പുള്ളിക്കാരി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? കണ്ണും കൈയും കാലും കെട്ടിയിട്ട് ഇവിടെ ആലുവപ്പുഴ നീന്തി കിടക്കാൻ പോവുകയാണ്. അപ്പം എന്താണ് പുള്ളിക്കാരിയുടെ മനസ്സിലുള്ളത് നമുക്ക് അങ്ങോട്ട് തന്നെ ചോദിക്കാം. എത്ര നാളായി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? 2 വർഷമായി തുടങ്ങിയിട്ട്. ഞാൻ 2022 വന്നത്. അന്ന് സാധാരണ രീതിയിൽ ക്രോസ് ചെയ്തായിരുന്നു. പിന്നെ 2023 വന്നു. കൈ പുറകിൽ കെട്ടിയിട്ട് 11 ഞാനടക്കം 11 പേര് പെൺകുട്ടികൾ ക്രോസ് ചെയ്തായിരുന്നു. ഈ വർഷം കൈയും കാലും കെട്ടിയിട്ടാണ് കണ്ണും കെട്ടിയിട്ടാണ് നീന്തുന്നത്. എത്ര വയസ്സായി? എനിക്ക് 15 വയസ്സായി. 15 വയസ്സായിട്ടുള്ളൂ. ഓക്കെ. ഇഷ്ടമാണോ നീന്താൻ? ആ, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാണോ ഇവിടെ ക്ലാസ്സിന് വന്നത്? അതെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ്സും ട്രെയിനിങ്ങും ഒക്കെ? ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെയധികം സൗകര്യമുണ്ട്. എല്ലാ പ്രായക്കാർക്കും ഇവിടെ ഒരു പ്രശ്നമില്ലാതെ വന്ന് നീന്താം. നല്ല രീതിയിൽ തന്നെ സുരക്ഷയുണ്ട്. പിന്നെ ഇത് സൗജന്യ നീന്തലാണ്. അപ്പോൾ അധികം ചിലവ് വരുന്നില്ല. എക്സ്പെൻസീവ് ഒന്നും അല്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് പേടിയുണ്ടോ? കാരണം പുഴയാണ്. ഇല്ല ഇല്ല, ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പം ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടല്ലേ? അതെ. ഇനി മുമ്പ് നീന്തിയായിരുന്നോ ഇതേപോലെ ഇപ്പൊ ചെയ്യുന്നത് പോലെ? നീന്തിയിട്ടുണ്ട്. ട്രയൽ സക്സസ്ഫുൾ ആയിരുന്നു? അതെ. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ്? ചെറുതായിട്ട്. ഓക്കെ, നമുക്ക് അച്ഛനോട് ചോദിക്കാം. ഇത് അനന്യയുടെ പാരന്റ് ആണ്, അച്ഛനാണ്. അച്ഛാ, എങ്ങനെയുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോവാണെന്ന് മോള് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ തോന്നിയത്? മോൾക്ക് പൊതുവേ നീന്താൻ ഭയങ്കര ക്രേസാണ്. 2022 ഇവിടെ വന്നപ്പോൾ മുതൽ ഒരു ഇവിടുത്തെ നീന്തലുള്ള അവസരങ്ങളിലെല്ലാം സ്കൂളില്ലാത്ത അവസരങ്ങളിലാണെങ്കിൽ എന്തായാലും ഇവിടെ വരാറുണ്ട് സ്ഥിരമായിട്ട്. കഴിഞ്ഞ വർഷം ഇതേപോലെ കൈയും കാലും കെട്ടി കൈ കെട്ടി നീന്തിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനൊരു ഒരു വിമൻ എംപവർമെൻ്റ് ആണ് കോൺസെപ്റ്റ്. അപ്പോൾ എല്ലാ സ്ത്രീകളും വരണം, നീന്തൽ പഠിക്കണം. സജി സാർ ഇവിടെ നീന്തൽ സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പുറമേ ആണെങ്കിൽ ഒരുപാട് കാശ് ചിലവാകും ജസ്റ്റ് ഒന്ന് നീന്തൽ പഠിച്ചു കിട്ടാൻ. ഇവിടെ 14 ദിവസം കൊണ്ട് നീന്തൽ പഠിക്കും. അത് കഴിഞ്ഞ് ഓരോരുത്തരെയും പെർഫെക്റ്റ് ആക്കുന്നുണ്ട്. പുഴ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. ഈ പുഴ ക്രോസ് ചെയ്യുമ്പോഴേക്കും എല്ലാവരും 4 ദിവസത്തോളം 2 മണിക്കൂർ തുഴഞ്ഞു കിടക്കുന്നുണ്ട്, എവിടെയും പിടിക്കാതെ. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പിന്നെ പുഴ നീന്തി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചതുകൊണ്ട് തന്നെ ഒട്ടും പേടിയില്ല അല്ലേ? ഇല്ല, കാരണം കോൺഫിഡൻ്റ് ആണ്. എങ്ങനെ വിട്ടു കഴിഞ്ഞാലും ഇപ്പോൾ 2-3 മണിക്കൂറാണെങ്കിലും സുഖമായിട്ട് നിന്നോളും പുഴയിൽ. അപ്പോൾ അത്രയും സേഫ് ആണെന്നുള്ളൊരു വിശ്വാസം. അതെ. പിന്നെ സാറിൻ്റെ ട്രെയിനിങ് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ബോധേടാവേണ്ട കാര്യമില്ല. സജി സാറിൻ്റെ അടുത്ത് ആണ്. അപ്പോൾ പിന്നെ പുള്ളി ഹാൻഡിൽ ചെയ്തോളൂ അത്. അപ്പം നമുക്ക് അനന്യയുടെ സാഹസികമായിട്ടുള്ള നീന്തൽ എന്ന് പോയി കണ്ടാലോ? നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ഈ അനന്യ മോള് 14 വയസ്സേ ഉള്ളൂ അല്ലേ? 15 വയസ്സുള്ള നമ്മുടെ അനന്യ മോള് കണ്ണും കൈയും കാലും കെട്ടിയിട്ട് ഈ പുഴ നീന്തി കിടക്കാൻ പോവുകയാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അനന്യയുടെ കൈകളും കാലുകളും കണ്ണും കെട്ടിയിട്ടുള്ള നീന്തൽ പ്രകടനത്തിന് ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ഗീത മാമിനെയും എല്ലാവരെയും നമ്മുടെ ഈ ഒരു ഫ്ലാഗ് ഓഫ് കർമ്മത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ നീന്തൽ പഠനം ലേഡീസിനും പറ്റും. കൈ ഇല്ലാത്തവർക്ക് നീന്താം, കാലില്ലാത്തവർക്ക് നീന്താം, കണ്ണ് കെട്ടിയാൽ പോലും നീന്തൽ പഠിക്കാം. നീന്തല് അത്ര ലളിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടിയെ അനന്യയെ ഇന്ന് 2 കാലും 2 കൈയും പിന്നിൽ കെട്ടി കാഴ്ച മറച്ച്, അതായത് കണ്ണും മൂടിക്കെട്ടി ഇന്ന് നീന്തിക്കുന്നത് 780 മീറ്റർ നീന്തിക്കുന്നത്. അപ്പൊ ഇത് വളരെ ലളിതമാക്കണം. എല്ലാവരും നീന്തലിലേക്ക് വരണം. അങ്ങനെ നീന്തല്
ഒരാൾ പോലും മുങ്ങി മരിക്കരുത്. എല്ലാവരും നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മുങ്ങി മരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. സന്തോഷം ഇവിടെ ചേരാൻ പറ്റില്ല. ചേട്ടനാണ് വിളിച്ചത്. അപ്പോ ഞാൻ ഒരുപാട് കുളിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ, നീന്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോ ഒരു കൊറോണയുടെ മുന്നേ വരെ ഇവിടെ കുളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. സൈച്ചേട്ടന്റെ വീഡിയോസിന് യൂട്യൂബിൽ കാണാൻ നേരത്തെ അറിയാം. നല്ല സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മുടെ സൈച്ചേട്ടൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ എന്താ പറയുക, പ്രൈസ്ലെസ് ആണ് ആക്ച്വലി. അപ്പോൾ അതിനുള്ള എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ സാഹസികത നീന്തൽ കാണിക്കുന്ന നമ്മുടെ അന്നയ്ക്കും എല്ലാ ഭാവങ്ങളും. താങ്ക് യു. കുട്ടി അവിടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഞാനിപ്പോ ഇരിക്കുന്നത് ഈ ടീം തന്നെ സ്വന്തമായിട്ട് മേക്ക് ചെയ്തൊരു ചങ്ങാടത്തിലാണ്. 40 അടി താഴ്ചയിലാണ് കുട്ടി ഇപ്പൊ നീന്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചങ്ങാടത്തിൽ എത്ര പേർക്ക് കയറാൻ പറ്റും ചേട്ടാ? 10 പേർക്ക് കയറി സെക്യൂർഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. വെള്ളത്തിലൊന്നും കയറാൻ പേടിയുള്ള ആൾക്കാർക്കൊക്കെ സൂപ്പറായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ജങ്കാർ. പാതി വഴി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത്. അവരുടെ കൂടെ ഇത്രയും എസ്കോർട്ടായിട്ട് ഇത്രയും കയാക്കിങ്ങും അതുപോലെ വഞ്ചിയും കുറെ ആൾക്കാരുണ്ട്. ഇവരെല്ലാം സ്വിമ്മിങ് എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. പോകുന്ന വഴിയിൽ സാറ് കൂടെ ചാടിയിട്ടുണ്ട്. അപ്പം ആശാൻ കൂടെ ഉണ്ട് അനന്യയുടെ. പോകുന്ന വഴിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവൻ വഞ്ചിയൊക്കെ അടുത്ത് വരുമ്പോൾ പോലും അതേപോലെ സെക്യൂർഡ് ആക്കിയിട്ടാണ് കുട്ടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. 40 അടി താഴ്ചയിലാണ് കേട്ടോ രണ്ടുപേരും നിൽക്കുന്നത്. ആ കാണുന്ന ആ കടവ് ഉണ്ടോ? ആ കടവിലേക്കാണ് അനന്യ നീന്തി ചെല്ലുന്നത്. ഇനി ഇത്ര ദൂരം കൂടി ഇനി താണ്ടി ചെല്ലാനുണ്ട്. ഇത് ഒരു പെൺകുട്ടിയാണ്. അപ്പൊ പെൺകുഞ്ഞുങ്ങൾക്ക് നീന്തൽ പഠിക്കാം. കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും അത്ര ഈസി ആയിട്ട് നീന്താം. അതൊക്കെയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് എല്ലാവരും നീന്തൽ പഠിക്കാൻ ഇന്ന് തന്നെ തയ്യാറാവണം. അനന്യ ഓക്കെ ആണോ? പേടിയുണ്ടോ? ഇല്ല. അപ്പം നമ്മളിനി പകുതി ദൂരം താണ്ടി ബാക്കി പകുതിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അനന്യനെ സ്വീകരിക്കാനായിട്ട് തീരത്ത് അവിടെ എല്ലാരും തയ്യാറായി കഴിഞ്ഞു. അനന്യ വളരെ ആവേശത്തോടെ നീന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. കൈ കെട്ടിയിട്ടും കണ്ണ് കാണാൻ പറ്റാഞ്ഞിട്ടും കാലും കെട്ടിവെച്ചിട്ടും ഒട്ടും തന്നെ ആത്മവിശ്വാസക്കുറവില്ലാതെ വളരെ ആവേശത്തോടുകൂടിയാണ് നീന്തി വന്നുകൊണ്ടിരിക്കുന്നത്.
കാണുമ്പോൾ തന്നെ അറിയാം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് അനന്യക്ക് കിട്ടിയിരിക്കുന്നത്. ഒട്ടും തന്നെ തളരാതെ, ഒട്ടും തന്നെ ശാരീരിക അവശതകളില്ലാതെ വളരെ ആരോഗ്യത്തോടെ ആത്മവിശ്വാസത്തോടെ അനന്യ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനന്യയുടെ കയ്യിൽ ഇപ്പോഴും ആ ഇലയുണ്ട്. റിവർ ക്രോസ് ചെയ്ത സമയത്ത് പറിച്ച ഇലയാണ് അനന്യയുടെ കയ്യിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ദൂരം താണ്ടി അനന്യ വന്നിരിക്കുന്നത്. അത് വളരെ ആത്മവിശ്വാസത്തോടെ ഒട്ടും തന്നെ തളർച്ചയില്ലാതെ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ സ്ത്രീകളടക്കം എല്ലാവരും ഇവിടെ വന്ന് നീന്തൽ പഠിക്കണം. കൈയും കാലും ഒരു കൈയും കാലും എന്ത് ശാരീരിക പരിമിതികളുണ്ടെങ്കിൽ നീന്തൽ പഠിക്കാവുന്നതാണ്. സജിസാറിനാണ് അതിനോട് എനിക്ക് വളരെയധികം നന്ദി.